ഞാനത് പറഞ്ഞല്ലോ. അതായത് ഇതിനകത്ത് ഇതുവരെ ചർച്ച ചെയ്യപ്പെടാത്തൊരു വിഷയമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ സ്വകാര്യ ആശുപത്രികൾ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ വലിയ തോതിൽ കേരളത്തിന് വെളിയിലുള്ള വലിയ സാമ്പത്തിക അധീശ ശക്തികൾ കേരളത്തിൽ വന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ വലിയ തോതിൽ പണം മുടക്കിക്കൊണ്ടിരിക്കുകയാണ്. വൻകിട കുത്തകകളാണ് കേരളം മുഴുവൻ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും ആയിരക്കണക്കിന് കോടി രൂപ ഈ രംഗത്ത് നിക്ഷേപിച്ചിരിക്കുന്നത്. അതേസമയം സർക്കാർ ആശുപത്രികൾ പൂർണ്ണമായിട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവശ്യത്തിന് മരുന്നില്ല, ചികിത്സിക്കാനുള്ള മറ്റ് സൗകര്യങ്ങളില്ല, സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് ഇല്ല, ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല, ആരോഗ്യ പ്രവർത്തകരില്ല, യാതൊരു കരുതലുമില്ല. മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ പോലും ഒരു കാര്യത്തിനും സർക്കാർ ആശുപത്രികളെ സമീപിക്കുന്നില്ല. ദയനീയമായൊരു ചിത്രമാണിത്. കേരളത്തിലെ ഒരു മന്ത്രിയും സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടുന്നില്ല. മുഖ്യമന്ത്രിയോ പാർട്ടിയുടെ ഉന്നത നേതാക്കളോ അവരുടെ കുടുംബാംഗങ്ങളോ പ്രസിദ്ധമായിട്ടുള്ള കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ പോകുന്നേയില്ല. അത് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. പൊതുജനാരോഗ്യ മേഖലയെ പൂർണ്ണമായിട്ടും തകർത്ത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി വിടുപണി ചെയ്യുകയാണ് ഈ സർക്കാർ. ഇപ്പോൾ കാണുന്ന എല്ലാ പ്രതിസന്ധിക്കും അടിസ്ഥാനപരമായ കാരണം അതാണ്. കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പണം ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതും ഗൗരവതരമായ വിഷയമാണ്. അതുകൊണ്ട് ഇതൊരു കോട്ടയത്തെ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, പൊതുജനാരോഗ്യ മേഖലയിലെ സമ്പൂർണ്ണമായ തകർച്ചയ്ക്കെതിരാണ് BJPയുടെ ഈ സമരം. ഈ സർക്കാർ പറയുന്നത് UDFും BJPയും ഈ സ്വകാര്യ ലോബിക്ക് വേണ്ടിയാണ് ഈ സമരം നടത്തുന്നതെന്നാണ്. അവരെ സഹായിക്കുന്നതിന് വേണ്ടി അങ്ങനെയല്ല സമരം നടത്തുന്നു. UDFും BJPയും വിചാരിച്ചിട്ടല്ലല്ലോ ആയിരക്കണക്കിന് കോടി രൂപ മുതൽ മുടക്കി വൻകിട കുത്തകകൾ കേരളത്തിൽ ആശുപത്രികൾ തുടങ്ങാൻ വേണ്ടി വരുന്നത്. ഈ സർക്കാരിൻ്റെ നയം മനസ്സിലാക്കിയിട്ടാണ് അവർ ഈ രംഗത്ത് നമ്മളൊരു കാര്യം ആലോചിക്കണം. സാമ്പത്തിക രംഗത്തെക്കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയാം. അടുത്ത 20-25 കൊല്ലത്തെ ഏറ്റവും വലിയ ലാഭം ഉണ്ടാവുന്ന ബിസിനസ് ആശുപത്രിയും അതുപോലെ അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ ബിസിനസ്സാണ്. അവിടെയാണ് വൻകിട കുത്തകകൾ കേരളത്തിൽ കൈവച്ചിരിക്കുന്നത്. മറ്റൊരു സംസ്ഥാനത്തും കാണാത്ത ഒരു പ്രതിഭാസമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെ ആശുപത്രികളല്ലേ ഇങ്ങോട്ട് വരുന്നത്? അപ്പോൾ അവിടെയും ഇത്തരം സംവിധാനം അല്ല, അവരിങ്ങോട്ട് വരുന്നതിനെ ആരും എതിർക്കുന്നില്ല. പക്ഷേ അവർ മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. സർക്കാർ ആശുപത്രികൾ പ്രവർത്തിക്കുന്നേ ഇല്ല. അതാണ് പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, സർക്കാർ ആശുപത്രികളെ സംരക്ഷിക്കാൻ, ഉദാഹരണത്തിന് പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാൻ നമ്മൾ രക്ഷിതാക്കളും നാട്ടുകാർ രാഷ്ട്രീയ പാർട്ടികൾ എന്താ ചെയ്തത്? എല്ലാവരും ചേർന്ന് നമ്മളെ കുട്ടികളെ സർക്കാർ സ്കൂളുകളിൽ അയക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ഗുണമുണ്ടായി. പക്ഷേ സർക്കാർ ആശുപത്രിയിൽ ഒരു മന്ത്രി പോകുന്നുണ്ടോ? കേരളത്തിൽ ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രിയിൽ മുഖ്യമന്ത്രി പോയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മന്ത്രി പോയിട്ടുണ്ടോ? അപ്പോൾ അതിനർത്ഥം എന്താണ്? നൽകുന്ന സന്ദേശം എന്താണ്? വളരെ വ്യക്തമാണ്.